ദ സിമ്പിൾ ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഏത് ഇൻട്രസ്റ്റ് ആണെന്നുള്ളതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി. ഓൺ എ സം ഓഫ് മണി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതാരാ പ്രിൻസിപ്പൽ. ഓക്കെ, സോ ഒരു പ്രിൻസിപ്പളിന്റെ മേലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് 4/9 ഓഫ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ 4/9 ആണ്. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് n ഈക്വൽ ടു അല്ലെങ്കിൽ r ഈക്വൽ ടു n എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പൾ നമുക്ക് വാല്യൂസ് ഒന്നും ഡയറക്റ്റ് തന്നിട്ടില്ല, അതാണ് ഇവിടുത്തെ കേസ്. ഇക്വേഷൻ ഫോം ചെയ്യുക. അതായത് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഇല്ലേ, നമ്മൾ പഠിച്ച ഇക്വേഷൻ I ഈക്വൽ ടു P അല്ലേ. സോ ഇവിടെ ഞാനൊരു പ്രിൻസിപ്പൾ വെച്ചു. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ 4/9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ സിംപ്ലി ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് 4/9 ഓഫ് ദ പ്രിൻസിപ്പൾ. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തു 4/9 ഇൻറ്റു P എന്ന് കൊടുത്തു. ഓക്കെ, ഇൻറ്റു I ഇൻറ്റു N. സോ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ കാണാൻ പറഞ്ഞത്. ഇക്വേഷൻ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുവാണ്. പിന്ന് കൊടുക്കുന്നതിന് പകരം ഐക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, PRT ഡിവൈഡഡ് ബൈ 100 കൊടുക്കാം. ഓക്കെ, PRT ഡിവൈഡ് ബൈ 100 കൊടുക്കാം. അപ്പൊ എന്തായിരിക്കും ഫോർമുല വരിക, P ഇൻറ്റു R ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെയും 6 കൊടുത്തു, ഡിവൈഡഡ് ബൈ 100 കൊടുത്തു. ഇങ്ങനെ ചെയ്തൂടെ. PRT എന്ന് പറയുന്ന ടൈം അല്ലേടാ. സോ അതും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ലേ. സോ രണ്ടിനും ഞാൻ 6 ഇട്ട് കൊടുത്തു. ഓക്കെ, സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, ഈ പിയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. കാരണം അവിടുത്തെ പി ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും, വെട്ടിക്കളയും. ഓക്കെ, ഈ 100 നമുക്ക് അവിടെ കൊണ്ടുപോയി ഇൻറ്റു ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 400 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു R² എന്ന് കിട്ടും. ഈ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ട് ആവും. അപ്പൊ നമുക്ക് R ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 9 റൂട്ട് ഇട്ട് കൊടുക്കുക അല്ലേ. സോ ഞാൻ കാൽക്കുലേറ്റർ എടുത്തു. 400 ഡിവൈഡഡ് ബൈ 9 കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സെപ്പറേറ്റ് ചെയ്താൽ പോലെ അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ R ഈക്വൽ ടു 400 റൂട്ട് എന്ന് പറഞ്ഞാൽ 20, 9 റൂട്ട് എന്ന് പറഞ്ഞാൽ 3, ദാറ്റ് ഈസ് 20/3% വരും അല്ലെ. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസ് അല്ലേ. സോ ശ്രദ്ധിക്കണം, നമുക്കിവിടെ ഡയറക്റ്റ്ലി ഒന്നും അവർ തന്നിട്ടില്ല, പ്രിൻസിപ്പൾ തന്നിട്ടില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും, നമ്പർ ഓഫ് ഇയേഴ്സ് ഒന്നും തന്നിട്ടില്ല. സോ അവർ കണക്ട് ചെയ്ത് തന്നു, നമ്മൾ അതിനെ കണക്ട് ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്ത് സോൾവ് ചെയ്തു. ഓക്കെ, ഈസിയാണ് അല്ലേ. സോ ബൈ.